പാനൂർ ബോംബ് സ്ഫോടനം പോലീസ് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് സിപിഐഎം. ബോംബ് നിർമ്മിച്ചവർ പാർട്ടി അംഗങ്ങളല്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. യുഡിഎഫും ബിജെപിയും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ജനങ്ങളെ ഭിന്നിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാണ് യുഡിഎഫ് ശ്രമമെന്നും വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എൽഡിഎഫ് വടകര ലോക്സഭാ മണ്ഡലം കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു. പാനൂർ കുന്നോത്തുപറമ്പ് സ്ഫോടനത്തിൽ സിപിഐഎമ്മിന് ബന്ധമില്ലെന്ന് എൽഡിഎഫ് വടകര ലോക്സഭാ മണ്ഡലം കമ്മിറ്റി നേതാക്കൾ അറിയിച്ചു. ഇതിൽ പരുക്കുപറ്റിയവരെ സിപിഐഎം നേരത്തെ ചില അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അകറ്റി നിർത്തിയവരാണ്. ഇവർ പാർട്ടി പ്രവർത്തകരല്ല. എന്നാൽ ഈ സംഭവം സിപിഐഎമ്മിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് യുഡിഎഫും ബിജെപിയും ശ്രമിക്കുന്നത്. എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ ശൈലജ ടീച്ചർക്കെതിരെയും കള്ളപ്രചാരണം നടത്തുന്നു. യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രകോപനമുണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം കള്ളപ്രചാരണങ്ങൾ നടത്തുകയാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും എൽഡിഎഫ് നേതാക്കൾ പറഞ്ഞു. സംഭവത്തിൽ പോലീസ് സമഗ്ര അന്വേഷണം നടത്തണം. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് യുഡിഎഫും ബിജെപിയും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. വളരെ സമഗ്രമായ അന്വേഷണം ഈ സംഭവത്തെപ്പറ്റി പോലീസ് നടത്തണം. ഏത് സാഹചര്യത്തിലാണ് ഇതുണ്ടായത് എന്നുള്ളത് അവർ കണ്ടെത്തണം. ഇതിൽ ആർക്കെല്ലാം പങ്കാളിത്തമുണ്ടായി എന്നുള്ളതും പോലീസിന്റെ പരിശോധനയിൽ തെളിയേണ്ടതാണ്. പോലീസ് ആ ഉത്തരവാദിത്വം നിറവേറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് സിപിഎം ആവശ്യപ്പെടുകയാണ്, ഇവിടെ നടന്ന സ്ഫോടനത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ രംഗത്ത് കൊണ്ടുവന്ന് ജനങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കത്തക്ക നിലയിലുള്ള നിലപാട് പോലീസ് സ്വീകരിക്കണം. നിങ്ങൾ ജനങ്ങളുടെ സമാധാനത്തിന് വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. കള്ളപ്രചാരണങ്ങൾക്കെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മറുപടി നൽകി ജനങ്ങൾ എൽഡിഎഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. എൽഡിഎഫ് വടകര ലോക്സഭാ മണ്ഡലം സെക്രട്ടറി വത്സൻ പനോളി, ഭാരവാഹികളായ ടി.കെ. രാജൻ മാസ്റ്റർ, ടി.പി. രാജൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.